ഗോയിങ് ടു ആലുവ. വെയിറ്റിംഗ് ആണ്. ട്രെയിനിലാണ്. ഞാൻ ആലുവ പോവാണ് ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടി. ട്രെയിനിലാണ്. ഞങ്ങൾ കണ്ടോളി. ഞാൻ ആലുവയിൽ പോകുന്ന ആലുവയിലേക്ക് പോന്നപ്പോൾ അവിടുത്തെ ശിവരാത്രിയാണ്. ഇന്നത്തെ ശിവരാത്രി ദിവസം എന്ന് പറഞ്ഞാൽ എൻജോയ് ദിവസം എന്നറിയോ, ഒന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുണ്ട് കാണാനൊക്കെ. ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഇത് എവിടെയാണെന്ന് കൂടി അറിയില്ല. നമ്മളെ മക്കള് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവന്റെ ആശ്രമം ഇവിടെയാണ്. ബലിതർപ്പണത്തിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യത്തിന് വേണ്ടി ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുത്തിയിട്ടാണ് ആൾക്കാർക്ക് ബലിതർപ്പണത്തിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും പറഞ്ഞതിൻ്റെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ ആണ് പ്രത്യേകതകൾ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെ എഴുതിച്ചിട്ടില്ലേ, ഗുരുദേവൻ്റെ ഓരോ വകള വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. കണ്ടോ, നല്ല അടിപൊളിയുണ്ട്. കണ്ടോ, ആശ്രമത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അവിടെ പ്രഭാഷണം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളിയാണ്, നൈസാണ്. എന്നിട്ട് അങ്ങനെ ആൾക്കാർ അവരുടേതായ നാമജപം, വിശ്രമസ്ഥലം, അതാണ് വിശ്രമസ്ഥലം കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ എന്ത് പറയാൻ, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളി. ഞാനാണ് ഇവിടെ വിയർത്തൊലിച്ച് നടക്കുന്നുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെന്ന് പറഞ്ഞാൽ കണ്ടല്ലേ ആളുകൾ, ഗുരുമന്ദിരം ഗുരുദേവൻ്റെ ബുസ്റ്റാളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഗുരുദേവൻ്റെ ബുസ്റ്റാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നോട് അപ്പുറത്തെ കരയൊക്കെ പോകാൻ പറയുന്നത്, ഞാൻ ഇപ്പുറത്തെ കരയൊക്കെ ആകുന്നത്. ആശ്രമത്തിൽ കയറി ഒരുത്തിൻ്റെ ദീപ്തിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഞാൻ കയറിയത് എന്ന് പറഞ്ഞാൽ ഇതിക്ക്. അടിപൊളിയാണ്, അടിപൊളി ആശ്രമമൊക്കെയാണ്, ഒന്നും പറയില്ല കുട്ടികളെ. കണ്ടില്ലേ, വരികളൊക്കെ നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയില്ല. വട്ടെ പ്രഭാഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളിയാണ്, നൈസാണ്. ബാക്കി വരാണ് അവിടെ. അപ്പോൾ ആശ്രമം കണ്ട കുട്ടികളെ, ഇതല്ലോ ആശ്രമം, ഗുരുദേവൻ്റെ ആശ്രമം. ഇവിടെ നല്ല തിരക്കാ, ഒന്നും പറയല്ല, ഭയങ്കര. ഇവിടെ ഒരു ശിവഗിരി വിദ്യാനികേതൻ്റെ ഒരു സെക്കൻഡറി സ്കൂളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര തിരക്കാ, ജനത്തിരക്കെന്നൊക്കെ പറഞ്ഞത്. ഹിന്ദി ഭായിമാരാണ് ഇവിടെ കൂടുതൽ. പെരുമ്പാവൂരിൻ്റെ പകുതി ജില്ലയല്ലേ ഇത്. ഒക്കെ ബംഗാളികളും നേപ്പാളികളൊക്കെ വന്ന് കേൾക്കണതാണ്. കുറേ ഫ്രീക്കന്മാരൊക്കെ വരുന്നുണ്ട്. ഞാനും റോട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. ബാക്കി ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ഞങ്ങൾ ഫുള്ള് ഇളനീരിൻ്റെ കച്ചവടം, മറ്റുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഒന്നും പറയാല്ല. ഇതൊക്കെയാണ് കാണേണ്ടത്. പൂരത്തിന് ഇതൊന്നും കണ്ടില്ലേ? പൂരത്തല്ല, ഇത് ശിവരാത്രിയാണ്. ശിവരാത്രി തന്നെയാണ് പൂരാണ്. നിൽക്കുന്ന ഡൗട്ട് ഉണ്ട്. പടച്ചോരെ, നമ്മളെ കട്ടോളി. ഓ ഭഗവാനെ, ശിവേട്ടൻ്റെ ദിവസമാണ്. ശിവേട്ടനെ പൊളിക്കും എന്നാണ് കലക്കുന്നു. ശിവേട്ടൻ്റെ ദിവസമാണ്. ശിവേട്ടൻ്റെ ദിവസം. പടച്ചോനെ, ഇവിടെ വേറെ എന്തൊക്കെയൊക്കെ എന്തൊക്കെയൊന്നും മനസ്സിലായില്ല. ഞാൻ ഈ ജില്ലക്കാരനല്ല, തുണിക്ക് ഇവിടുത്തെ വലിയ അറിവ് കാണുന്നില്ല. ഞാൻ പറഞ്ഞ തെറ്റില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ആലുവക്കാർ എന്താ പറയാനാണ്. കുട്ടികളെ ഞങ്ങൾ നോക്കി, ഇതൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്, ഒന്നും പറയല്ല, അജാതി സ്ഥലം. ഓ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ തിരക്ക്. ഇതിനുള്ളിൽ കൂടെ ഞാൻ ഒറ്റയ്ക്ക്, ഈ പാവം ഞാൻ ഒറ്റയ്ക്ക്. ഇതൊന്നും പറയണ്ടല്ലോ. ഓ എന്താ ഇത് കാണുന്നത്, പറയാൻ വാക്കുകളില്ല. ഇതാണ് തോന്നുന്നത്. അങ്ങോട്ട് പോകണം, അമ്പലത്തിന് പോകണേ, ചോദിച്ചോടെ. എടാ, ഈ മറ്റേ ക്ഷേത്രത്തിൽ പോകണേ, ഇത് കൊടുത്തേ, പാലം എന്താണ്, പാലം കയറി പോകാനെന്താ പറഞ്ഞത്. പാലം കയറി പോയാക്കട്ടെ, എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. പാലം കയറി പോവാണ് മക്കളെ, എന്ത് പറയാനാണ്. പാലം കയറുകയാണ്. സംഭവം ഇനി കുറച്ച് പോകണ്ട കേട്ടോ. ഫുള്ള് തിരക്കെന്നൊക്കെ കണ്ടോ. അതൊക്കെ ജനക്കൂട്ടാണ്, ജനാവലി. ഭായിമാര് മാത്രമല്ല കേട്ടോ, മലയാളിസുണ്ട്. കണ്ടതൊന്നും മനസ്സിലാവില്ലേ, രണ്ടും ഒരുപോലെ ഡ്രസ്സിങ് സെൻസ്. അമ്മേ, എല്ലാം മിക്സപ്പ് അവിടെ. കേരളമൊക്കെ മാറി ഏത് രാജ്യമാണ്. അയ്യോ, കണ്ടില്ലേ പോലീസുകാരൊക്കെ ഉണ്ട്, ഫുള്ള് സെറ്റപ്പ് ഉണ്ട് ഇവിടെ. എല്ലാണ്ട് SI ഉണ്ട്, കോൺസ്റ്റബിൾ ഉണ്ട്, ഒന്നിനൊരു കുറവില്ല. എല്ലാ ഗ്രേഡ് SIമാരൊക്കെ ഉണ്ട് അവിടെ. ഒരു കാര്യം പേടിക്കണ്ട. അടിപൊളിന്നൊക്കെ അടിപൊളി. അയ്യോ എൻ്റെ ഭഗവാന്റെ, ഒന്നും പറയില്ല കുട്ടികളെ. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കാണ്. തിരക്കിനിടെ കൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ വട്ടം കറങ്ങിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളാരും ബുദ്ധിമുട്ടിക്കരുത്, അങ്ങനെ കാരണം നല്ലൊരു ദിവസം കൂടിയായിട്ട് ആൾക്കാരെ ചടപ്പിക്കാൻ പോലുള്ള. ശിവരാത്രി എന്നൊക്കെ പറയുമ്പോൾ
ഇത്രയും മാത്രമുള്ള ദിവസമല്ലേ അപ്പം അതാണ് വേറെ ഒന്നും. ആരതി മക്കളെ കുട്ടികളെ എങ്ങനെ നോക്കി ഞങ്ങളങ്ങനെ പാലത്തിലെത്തി. പാലത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഒന്നും പറയല്ല. വൈകളിൽ നിന്ന് തടസ്സം മാറ്റി തരൂ എന്നാൽ ഞങ്ങൾക്ക് പോവാം. അങ്ങനെ തടസ്സം മാറി അങ്ങനെ പാലം കയറി. മുംതാസേ എടി മുംതാസേ ഈ നിത്യ എന്നെ ഇപ്പൊ കാണന്നെ കുറെ അങ്ങനെ പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. കണ്ടല്ലേ ഞങ്ങള് പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടടി നമ്മൾ കാണൂല. എന്തൊരു കഷ്ടാണ് നോക്കണേ. അയ്യോ ഈ ഇരുട്ടതുണ്ടല്ലേ. നിങ്ങളോട് വിളിച്ചെന്നാ കാണൂല വിചാരിച്ചാണ് ഇവിടെ വരിയൊക്കെ പോയി. അയ്യോ അതായാലും വലുത് അവിടെ പോയി ഒളിച്ചിക്കാണേ. അവിടെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പോവാണ്. ബോട്ടുണ്ടല്ലോ അവിടെ. ബോട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ സ്ഥലം ഇവിടെ എത്തി. ഇതെന്താ കുംഭമേള പോലെ ഒരു സ്ഥലമാണല്ലേ ആലുവ. കണ്ടില്ലേ ശിവരാത്രി. അത് നമുക്കറിയില്ലല്ലോ. കണ്ടോ ആലുവ ശ്രീ മഹാദേവൻ ക്ഷേത്രം കണ്ടില്ലേ. ഇതാണ് നമ്മളെ ഏറ്റവും നല്ല അടിപൊളി ക്ഷേത്രമാണ്. നമുക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും നമുക്ക് ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് കാണിച്ചു തരാണ്. കേട്ടോ ഓടെ ഇതില്ലേ ഓം നമ ശിവായ ഉണ്ടല്ലേ. ഇതിന് പ്രത്യേകതകളാണ്. പിന്നെ ഇതിൽ കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ സൂക്ഷിക്കട്ടോ. കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ മോഷണം പോക്കറ്റടിയുടെ ആൾക്കാരാണ്. കണ്ടോ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ ശ്രദ്ധിക്കുക, പോക്കറ്റടി മോഷണം ഇതൊക്കെ സാധ്യത കൂടുതലാണ്. ഓക്കെ പോവാണ്. അതല്ലേ അടിപൊളിയാണ്. ഇത്രയും ജനത്തിരക്കുണ്ട്. ആ മുംതാഫില്ല എൻ്റെ ബാഗൊക്കെ വാങ്ങിയിട്ടോ. ഐ മീൻ വന്നപ്പോൾ തന്നെ ഞാൻ ഓളെ കൈ കൊടുത്തു. ഓളത് വാങ്ങിയിട്ട് ഓള് ബാഗ് ഇട്ടും ചെയ്തു. നല്ല കുട്ടിയാണ് ഓള്. എന്ത് ചെയ്യാനാ, ഒരു ഹെൽപ്പാണ്. ഓക്കെ എന്താ പറയാ അല്ലേ, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ മോളെ. അതിനല്ലേ ബോണ്ട്. ഓക്കെ എന്നോട് ബോണ്ടാണ്, ഭയങ്കര ബോണ്ടാണ്. എന്ത് പറയാനാ ബോണ്ട് എന്ന് പറയാൻ അങ്ങനെയാണ്. കണ്ടോ തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വന്ന് ഇടയ്ക്കൊക്കെ അവിടെ വന്നിട്ട് വരണം. മലപ്പുറംകാരാണെങ്കിലും കണ്ണൂരുകാരാണെങ്കിലും കാസർഗോഡുകാരാണെങ്കിലും ഒക്കെ വന്ന് കാണണം. ഇതൊക്കെ വന്ന് ആണോ. ഇവിടെ ദേവതര് പറഞ്ഞ തൈലം വരെ വേണ്ട. ഇതിനെ കുറിച്ചുള്ള എല്ലാ കണ്ടില്ലേ ഇത്രയും സാധനങ്ങൾ ദേവതാര് തൈലം കണ്ടത്. ഇതൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വാങ്ങി കൊടുക്കുക, പോലെ സപ്പോർട്ടൊക്കെ ചെയ്യും. പാവങ്ങളല്ല വിജയിക്കട്ടെ. അല്ല ദേവതാര് പൂത്തു അല്ലേ. ഇങ്ങനെ മുണ്ടൊക്കെ ഉണ്ട്. മുണ്ടൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തിനുള്ളതാണ്. ആളുകൾ കിടക്കുന്നു, ഉറങ്ങുന്നു, കിടക്കാതിരിക്കുന്നു, ഉറങ്ങാതിരിക്കുന്നു. ഒരുപാട് നീക്കുപോക്കങ്ങളുണ്ട്. ഞാനിവിടെ ഉണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോലെ ഇടയിൽ കൂടെ നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് അമ്പലത്തിൽ നടത്തിയിട്ടോ. അടിപൊളിയാണ് കേട്ടോ. ആംബുലൻസും സജ്ജീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ആളുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് കൊണ്ട് നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സന്നദ്ധ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ചേച്ചിയോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കേട്ടോ കെട്ടാനുള്ള ചരിലും കൈയും എല്ലാം വാങ്ങാനും കെട്ടണമൊക്കെ ഉണ്ട്. ഒന്നും പറയാതില്ല. എൻ്റെ മോനെ ആര് തറ. എനിക്ക് തോന്നണം ഇനി നല്ല വരി നിന്നിട്ട് വേണം പോകണം തോന്നുന്നുണ്ട്. നല്ല തിരക്കാണ്. നല്ല തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ. സ്വർണ്ണ ആഭരണങ്ങൾ തുടങ്ങിയവ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓം നമ ശിവായ. ക്ഷേത്രത്തിന്റെ പരിസരത്തും കടവുകളിലും ഉള്ളതിനാൽ അവരവരുടെ മൊബൈൽ ഫോൺ, എന്ത് പറയാൻ സ്വർണ്ണാഭരണങ്ങൾ വലിയ അമ്പലം. ഓരോരോ ഇവിടെ ഒരുത്തന് വിസിലൂതി കളിക്കാനൊക്കെ ഉണ്ട്. ഒന്നും പറയല്ല. നല്ല കുത്തല. കരിമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇജ്ജാതി കരിമ്പുണ്ടല്ലേ. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടില്ലേ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പുറത്തേക്ക് ഇറങ്ങി അല്ലേ എന്താ അല്ലേ അതാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി കണ്ടില്ലേ. ഇതാണ് അവസ്ഥ. ജനങ്ങളെ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ വൻ ജനങ്ങളെ തിരക്കാണ്. ആളുകൾ ശിവരാത്രിയായിട്ട് ഉറക്കം ഒഴിച്ചാൽ വേണ്ടിയിട്ട് നന്നായിട്ട് വന്നിരിക്കുന്നുണ്ട്. പ്രത്യേകതകളാണ് നമ്മൾ അമ്പലത്തിൻ്റെ, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അതിൻ്റേതായ ഒരു എന്താ പറയുക അടിപൊളിയായിട്ടുള്ള എല്ലാ സേവാകാര്യങ്ങളോടുള്ള എല്ലാ ഇതും കൊണ്ട് ആളുകളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോലീസ് സന്നാഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ. സന്നാഹങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തലയാട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്നും വിചാരിക്കരുത്. അടിപൊളിയാണ്. കാണാൻ ഒരുപാടുണ്ട്. കാണാൻ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഒന്നും പറയല്ല ഉണ്ടല്ലേ. ഇതാണ് നമ്മളെ ആലുവല്ലേ. ആലുവയിലെ ശിവരാത്രി മഹാദേവന്റെ അമ്പലമാണ്. അപ്പൊ ഇന്നിന്റെ ശിവക്ഷേത്രത്തിലെ ഓരോ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. മെല്ലെ നോക്കിയോ ഓലണേ കാണുന്നില്ലേ.
ഇവിടെ നിന്നൊക്കെ ഒരാളെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടുക. ഒരു മിനിറ്റ് നിൽക്കാണ്. ബാക്കി ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴിലിട്ട് വരാം. കണ്ട ഗൈസ്, ഇങ്ങനെയാണ് നമ്മളെ ആലുവയിലെ കാര്യങ്ങളൊക്കെ. നമ്മൾ പോയി തൊഴുത് വന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത് ഞങ്ങളേ ഗോസ്റ്റ് ഹൗസ് പോണേ ഈ പറഞ്ഞ പുള്ളികളൊക്കെ ഉണ്ട്. എത്താമത് കാണാം റിയാക്ഷൻ. ഓളുണ്ട് പ്രത്യേകിച്ച് തുമ്മി എന്താവുന്നാവോ നോക്കാം. ഉള്ളിൽ കയറിയിട്ട് ബാക്കി പറയാം. അതെ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. പേടില്ല എന്നൊക്കെ പറയണം. പേടിനോ ഇല്ല ഉണ്ട്. ഉണ്ട്. അവിടെ ഉണ്ടോ പേടിക്കണം എന്നൊക്കെ കാണാം ഗൈസ്. ബേക്കിരിക്കുന്ന ആളെ പേടിക്കണം എന്നൊക്കെ അറിയാം. ഞാൻ പേടിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം. എല്ലാം അറിയാം. അതാ നോക്കുന്നത്. ഇല്ല ഗൈസ്, അങ്ങനെ ഞങ്ങൾ കയറുകയാണ് ഗൈസ്. ഞാൻ ബേക്കിലോട്ടോ ഇനി കുച്ചടക്ക് കിടന്ന് കാറിനുണ്ടോ കേട്ടോ. പേടിക്കൊന്നും വേണ്ട. കിടന്ന് കാറിനെ കണ്ടോളി. കിടന്ന് കാറിനുള്ളൂ. പേടിച്ച് ഗായ്സ്. അതിനെ കണ്ടിട്ട് പേടിച്ച്. അയ്യേ ഗായ്സ്. ഇതാ പോരെ ഇപ്പൊ നീക്കോ. അത് നീക്കണ വരെ ഉണ്ടാവില്ല. അത് നീച്ച് കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും. കണ്ടോ ഇതെന്താ പൊന്തണമില്ല. എന്താ പൊന്തുമ്പോഴെ കുറച്ച് ത്രില്ല്. എന്താ കട്ടിലോ മേശ നടക്കുവോ? എടി ഇത് ഒച്ച പോടി. നടക്കുവോ? പേടിപ്പിക്കടാ. ആരെങ്കിലും ഉണ്ടെങ്കിലേ പേടിയാവണെങ്കിൽ പറയാ. നല്ല പൈസ മുതലാവണ്ടേ. എല്ലാം വിട്ടേ. ഇതെത്തത് അതിനുള്ളൊന്നുമില്ലേ? ബാക്കിലും ഫ്രണ്ടിലും ഇല്ല. ആൾക്കാരെ പറ്റിക്കാനുണ്ട്. കണ്ടോ കുട്ടികളെ. ചേച്ചിയെ പേടിച്ചോ? എടി പേടിച്ചോ? ദീപ്തിയെ ഉണ്ടേ അജിയെ ദീപ്തി പേടിച്ച്. അയ്യോ ഇതിനെ കണ്ടിട്ടാ പേടിച്ച്. അവർക്ക് സമ്മതിവില്ല കേട്ടോ. മൂപ്പര് മാക്സിമം നോക്കണം. ഞാൻ ശരിക്കും പേടിച്ചു. അയ്യോ പറയിപ്പിക്കാനായിട്ട് ലാസ്റ്റ് അയി മാത്രമൊന്നുമില്ല. ഈറ്റകൾ കിടന്ന് കാറ്. എന്ത് കാറലാടി ഇവിടെ ചുളുപ്പ്. എന്ത് കാറല്ല നിങ്ങൾ കാറി? നിങ്ങൾ തന്നെ ഞാനൊന്ന് പേടിച്ചും കൂടിയില്ല. ലാസ്റ്റ് ആ നീച്ചപ്പം ഒന്ന് പേടിച്ച് ചെറുതായിട്ട്. അല്ല ഞാനത് വേറെ പേടിച്ചിട്ടൊന്നുമില്ല. അല്ലോ അങ്ങനെ ഇപ്പൊ അവിടെ ഇരിക്കുന്നു പേടിച്ച് നീടി. ഞാൻ പേടിച്ചില്ല. 600 വെറുതെ പോയി. അല്ലേ വെറുതെ അല്ലേ. വന്നേ കുഞ്ഞാവേ അതിൻ്റെ ഉള്ളിലാണ്. ഒന്നുമില്ല, വെറുതെ ഫേക്ക്. സത്യം പറയാം 60 റുപ്യ വെറുതെ പോയി കാശ്. ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചും കൊണ്ട് പൈസ ചിലതാണ്. കാരണം എന്താ വെച്ചാൽ വെറുതെ 60 റുപ്യ വെറുതെ ആക്കും കിട്ടില്ല. പണിയെടുത്താലേ കിട്ടുള്ളൂ. അത്ര പണിയെടുക്കാൻ അതിനൊക്കെ അല്ലേ ശരിയല്ലേ? അല്ല പറയാം. അപ്പോൾ എന്താ വെച്ചാൽ അവൻ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ എന്ത് പറയണം. അവിടെ നീ യന്ത്രഞ്ഞാൽ കയറുന്നൊക്കെയാണ് ചേച്ചി പറയണം. യന്ത്രഞ്ഞാൽ കയറി വെക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എന്താകോ എന്തോ ചീരാവും പിടിച്ച ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട്. ചീരാപ്പാണ് എല്ലാവരും. എനിക്കൊന്നാമത് തൊണ്ടവേനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണോ ഹിന്ദിക്കാരൻ ഭായിമാരെ അല്ല ഫാമിലി മൊത്തം എന്ന് ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതിനൊക്കെ ഇപ്പം എന്താ ഉള്ളത്? ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു സംഭവം നിൽക്കണേ. ഒരു സംഭവം ഇല്ല. കയറിയൊക്കെ എന്താവെന്ന് അറിയാലോ. ശിവരാത്രി അല്ലേ? അവിടെ നോക്കികള് എന്ത് രസമാണ് അറിയോ. ബാക്കി നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം ഓരോ കാര്യത്തിൽ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ കയറിയാൽ പറയേ. ഇതിൽ 120 റുപ്യാണ് ഒരാൾക്ക്. റേറ്റ് കൂടുതലാണ്. നമുക്ക് പിന്നെ നോക്കാം. പൈസയുള്ള കൈ കൊച്ചല്ലല്ലോ, പാവങ്ങളല്ലേ. വണ്ടേ ഏത് അടിപൊളി. നിങ്ങൾ കയറിക്കോ. ഞങ്ങളിവിടെ കയറിയിട്ട് പോരും. ഞങ്ങൾ കൂടി വാണല്ലേ രസമല്ലേ വൈബല്ലേ തോന്നി. എവിടെ കുട്ടികളുടെ
ദാദാ ഓടി വരുന്നു എടി മുംതാജേ ഈ തിരക്ക് പെട്ടാ ഞാൻ ദീപിലോടെ സൗണ്ട് പോയി ഗൈസ്, സൗണ്ടൊക്കെ പോയി ഭയങ്കരമായിട്ട്. എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. കോണൊക്കെ ഉണ്ട്, കോണുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെടുത്ത് മറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ചോദിക്കണേ. ഇതിപ്പോൾ ഇതാണ് തോണിയാണ്, തോണി അപ്പുറത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങളങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, ഒന്നും പറയല്ല. 3D എന്താ അതെ 3D ആണെന്നൊക്കെ പറയണേ. കുട്ടിക്ക് വലിയ അറിവൊന്നുമില്ല, അവിടെ ഞാനോട് ചോദിച്ചത്. ആണോ ഡോം തിയേറ്റർ ആണ്, സൂപ്പർ റിയാലിറ്റി. അതില്ലാത്ത ലാർജ് 360 ഡിഗ്രി ഫുൾ AC. പിന്നെ സോണി ഗോൾഡ് മലപ്പുറം എല്ലാവരും ഉണ്ട്, ഒന്നും പറയല്ല. ഫുൾ ആളുകളെ തിരക്കാണ്. അതിൻ്റെ പഠിച്ചോനെ വയസ്സായോ വയസ്സ് അങ്ങനെ കണ്ടോ ജനത്തിരക്കുണ്ട്. ഇതാണ് ആലുവ അയ്യപ്പ ഭജനം. ഇതാണ് സ്ഥലം കേട്ടോ. കണ്ടില്ലാരും പറയരുത്, ഇതാണ് നമ്മുടെ സ്ഥലം. കണ്ടില്ലേ ഗൈസ്, ആന അങ്ങനെ ഞങ്ങള് ഇപ്പൊ 2 മണിയാണ്, 2:7 ഈ സമയത്താണ് ഇപ്പോൾ നമ്മളെ ആനപ്പുറത്ത്. അതെന്താ ചിടമ്പല്ലേ മഹാദേവന്റെ തിടപ്പ് വെച്ചിട്ട് പ്രദക്ഷിണൊക്കെയാണ്. ഒന്നും വേണ്ട, വലിയ പരിപാടിയാണ് ഗൈസ്, ഭയങ്കര വലിയ പരിപാടിയാണ്. അല്ലേ നല്ല ജനക്കൂട്ടമാണ്, കണ്ണൂരിൽ നിന്ന് വന്ന സരിത, സുനി എന്നിവരെ കാത്ത് കണ്ടില്ലേ ശാന്തി, കണ്ണൻ എന്നിവർ സേവാഭാരതി സേവാ കേന്ദ്രത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളവിടെ ഞാനുണ്ട് ഇവിടെ.